ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇളനീരൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഞാനൊന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചെറിയ പീസാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇളനീരിൻ്റെ വെള്ളം 2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മുടെ ചൈന ഗ്രാസും ഇളനീരിൻ്റെ വെള്ളം ഏകദേശം ഒരേ ചൂടാകുമ്പോഴാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇളനീർ വെള്ളം തിളക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു സീവർ വെച്ച് ഇളനീരിലേക്ക് ചൈന ഗ്രാസിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് പെട്ടെന്ന് മെൽട്ടാവും, അതുകൊണ്ട് ഇളനീരിൻ്റെ വെള്ളം അധികം ചൂടാവൊന്നും വേണ്ട. സീവർ വെച്ചിട്ട് നമ്മൾ ചൈന ഗ്രാസ് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും കാണാനുണ്ടായിരിക്കുക. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഇനി 1 കപ്പ് ഇളനീരിൻ്റെ കാമ്പ് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ്. നിങ്ങളുടെ ഇളനീരിൻ്റെ കാമ്പിൻ്റെ മധുരത്തിനനുസരിച്ച് മധുരത്തിലൊക്കെ വ്യത്യാസം വരുത്തുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. ഇനി ഇതും കൂടെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. മൊത്തത്തിൽ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിതാ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസ് 2 കപ്പ് ഇളനീർ വെള്ളത്തിലേക്ക് കറക്റ്റാണ്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുഡിങ്. ഇനി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇളനീർ പുഡിങ്. ഇനി നമ്മുടെ ക്യൂബ്സ് ഈ പൾപ്പ് മിക്സിലിട്ടിട്ട് അങ്ങ് സെർവ് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.